السلام عليكم ورحمة الله. بسم الله الرحمن الرحيم. الحمد لله رب العالمين. الصلاة والسلام على سيد المرسلين وعلى آله وصحبه أجمعين. أما بعد. ബഹുമാനരായ പ്രാസ്ഥാനിക നേതാക്കൾ, അതിഥികൾ, പ്രിയപ്പെട്ട പ്രതിഭകൾ, സഹോദരങ്ങൾ, ജില്ലാ സാഹിത്യോത്സവത്തിൻ്റെ സമാപ്തിയിലേക്ക് നീങ്ങുകയാണ്. യു ആർക്കൈവ്ഡ് എന്നാണ് ഇവിടെ ഒത്തുകൂടിയ കൂട്ടുകാരോട് ജില്ലാ കമ്മിറ്റി പറഞ്ഞത്. ചരിത്രത്തിൻ്റെ തമോഗർത്തങ്ങളിലേക്ക് ആശയങ്ങളെയും ഉണർവുകളെയും ഒക്കെ ആർക്കൈവ് ചെയ്ത് കൺമുമ്പിൽ നിന്നും മാറ്റിവെക്കുന്ന പ്രക്രിയ നമ്മൾ നമ്മുടെ ഡിജിറ്റൽ ഗാഡ്ജറ്റ്സുകളിൽ നിന്ന് മുന്നിലേക്ക് തെളിയരുതെന്ന താല്പര്യത്തോടെ ആർക്കൈവുകളിലേക്ക് മാറ്റുന്ന അനേകം ചാറ്റുകളും കാഴ്ചകളും അനുഭവങ്ങളും. പക്ഷേ ഇവിടെ ഒത്തുകൂടിയ കൂട്ടുകാരോട് എനിക്ക് സൂചിപ്പിക്കാനുള്ളത്, നിങ്ങളും ഒരു ആർക്കൈവിലേക്ക് പ്രവേശിച്ചിരിക്കുന്നു എന്നാണ്. സാംസ്കാരികമായി ഒരു ബദൽ സൃഷ്ടിക്കുന്ന ജനകീയമായ ആശയ കൈമാറ്റത്തിൻ്റെ ഏറ്റവും മൂർച്ചയുള്ള ആയുധമായി നമ്മൾ നമ്മുടെ സാഹിത്യോത്സവനെയും സാഹിത്യ സപര്യകളൊക്കെ എടുക്കുമ്പോൾ, ഈ കാലത്ത് നമ്മൾ ഉണ്ടാക്കുന്ന ബദലിൻ്റെ ചരിത്രരേഖയിലേക്ക് ഇവിടെ പാടിയും പറഞ്ഞും രചിച്ചും വരച്ചുമൊക്കെ പങ്കെടുത്ത പ്രിയപ്പെട്ട കൂട്ടുകാരെ, നിങ്ങൾ ഈ ചരിത്രത്തിൻ്റെ ഭാഗമായിരിക്കുന്നു. നിങ്ങൾ ഈ ചരിത്രത്തിൽ നിങ്ങളുടെ ഇടം അടയാളപ്പെടുത്തിയിരിക്കുന്നു. അങ്ങനെ മറവികളിലേക്ക് മാറ്റണമെന്ന് പലരും താല്പര്യപ്പെടുന്ന ആശയങ്ങളെ ഉജ്ജ്വലമായൊരു സമരവും പ്രതിരോധവുമായി നിങ്ങളിവിടെ മൂല്യമുള്ള വിചാരങ്ങൾ പങ്കുവച്ചിരിക്കുന്നു. സമൂഹത്തിന്റെ മുഖ്യധാരയിൽ നിന്നും അവഗണിക്കണമെന്ന് കരുതുന്ന ജനവിഭാഗങ്ങളെ നിങ്ങളിവിടെ അവർക്ക് വേണ്ടി ഉച്ചത്തിൽ വിളിച്ചു പറഞ്ഞിരിക്കുന്നു. അവരുടെ ശബ്ദങ്ങളും അവരുടെ വാക്കുകളും അവരുടെ ആശയങ്ങളും നിങ്ങളിവിടെ ചർച്ച ചെയ്തിരിക്കുന്നു. അങ്ങനെ അവഗണിച്ചു പോകാവുന്നതല്ല ചരിത്രമെന്നും, ആ ചരിത്രത്തിൽ ഞങ്ങൾ കൂടെ ഉള്ളതാണെന്നും നിലപാടും ഉണർവുമുള്ള ഒരു വിദ്യാർത്ഥി തലമുറ കണ്ണൂരിൽ ജീവിച്ചിരുന്നുവെന്നും ചരിത്രപരമായി നിങ്ങൾ സ്ഥാപിച്ചിരിക്കുന്നു. നമ്മുടെ വെള്ളയിലേക്ക് വരുന്ന ഈ വിവരങ്ങളെയും ആശയങ്ങളെയും ഒക്കെ സ്വന്തം സ്വാർത്ഥമായ താല്പര്യങ്ങൾക്ക് വേണ്ടി മറച്ചുവെക്കുകയോ അവഗണിക്കുകയോ മൂടിവെക്കുകയോ ഒക്കെ ചെയ്തുകൊണ്ടിരിക്കുന്ന കാലത്ത് നമുക്ക് അനേകം ഉത്തരവാദിത്വങ്ങൾ വിദ്യാർത്ഥി തലമുറക്ക് നിർവഹിക്കാനുണ്ട്. നമ്മുടെ എല്ലാ ആസ്വാദനങ്ങളും നമ്മുടെ എല്ലാ സംഘം ചേരലുകളും അതെല്ലാം അതിൻ്റെ മൂല്യം ചോർത്തിക്കളഞ്ഞ് വാണിജ്യവൽക്കരിച്ചു കൊണ്ടിരിക്കുകയാണ്. റേറ്റിങ്ങുകൾക്ക് വേണ്ടി വിദ്യാർത്ഥികളെ ചൂഷണം ചെയ്യുകയും അവരെ അത് വെച്ചുകൊണ്ട് സ്വന്തം താല്പര്യങ്ങളും സ്വന്തം ചാനലുകളുടെയും വാർത്താ എഡിഷനുകളുടെയും ഒക്കെ റേറ്റിംഗ് വർദ്ധിപ്പിക്കാനും വേണ്ടിയുള്ള ക്രൂരമായ ശ്രമങ്ങൾ നടക്കുകയും ചെയ്യുമ്പോൾ, SSFന്റെ സാഹിത്യോത്സവങ്ങളിൽ ഈ വിദ്യാർത്ഥികൾ അവരുടെ വ്യക്തിത്വത്തെ പ്രകാശിപ്പിക്കുന്നു, അവരവരുടെ ആശയത്തെ ഏറ്റെടുക്കുന്നു. ഇവിടെ നടന്ന അനേകം മത്സരങ്ങൾ, ഈ മത്സരങ്ങളിലെല്ലാം കുറച്ചേറെ, ഒരുപക്ഷെ വർഷങ്ങളായി കുറച്ചേറെ സാഹിത്യോത്സവവുമായി കൂടെ നിൽക്കാൻ കഴിഞ്ഞു. ഈ നടന്ന മത്സരങ്ങളിലെല്ലാം, അത് പ്രസംഗങ്ങളാകട്ടെ വിപ്ലവഗാനങ്ങളാകട്ടെ പലതരം കുട്ടികൾ തെരഞ്ഞെടുക്കുന്ന പാട്ടുകളും പ്രസംഗങ്ങളും ഒക്കെ, അതിലെല്ലാം ഏറ്റവും പുതിയ ആധുനികമായ ആശയങ്ങൾ ഉൾവഹിക്കാനും അതിനെ പ്രകാശിപ്പിക്കാനും ആ കൂട്ടുകാർ ശ്രമിക്കുന്നുണ്ട് എന്നാണ്. ഹൈസ്കൂളിൻ്റെ വിഭാഗത്തിൽ 3 പ്രസംഗ മത്സരങ്ങൾ, 3 പ്രസംഗ വിഷയങ്ങൾ. ആ വിഷയങ്ങളിൽ നിന്ന് കൂടുതൽ കുട്ടികളും തിരഞ്ഞെടുത്തത് AI-യുമായി ബന്ധപ്പെട്ട അതിൻ്റെ സാധ്യതകളും അതിൻ്റെ ഗുണദോഷ വശങ്ങളും വിശദീകരിക്കലായിരുന്നു. എന്ന് പറഞ്ഞാൽ ഒരു പക്ഷേ ഒരു ഹൈസ്കൂൾ വിദ്യാർത്ഥിയുടെ തെരഞ്ഞെടുപ്പല്ല, അത് എഴുതി കൊടുത്ത മറ്റൊരു SSFകാരൻ്റെ കൂടെ തെരഞ്ഞെടുപ്പാണ്. പ്രവാസം പോലെ നമ്മളോട് ഒട്ടി നിൽക്കുന്ന മറ്റു വിഷയങ്ങൾ ഉണ്ടാകുമ്പോൾ തന്നെയും
കൂടുതൽ കുട്ടികൾ തിരഞ്ഞെടുത്തത് AI ബന്ധപ്പെട്ടതാണെന്ന് പറയുമ്പോൾ നമ്മുടെ വിദ്യാർത്ഥികളുടെ ചിന്താശീലവും അവർ അഡ്രസ് ചെയ്യുന്ന മേഖലയും അവർ എത്തിപ്പെട്ടിരിക്കുന്ന അടിസ്ഥാനവും ഒക്കെ നമുക്ക് ബോധ്യമാകുന്നുണ്ട്. ഹ്യൂമനോയിഡ് റോബോട്ടുകളെ കുറിച്ച്, AI വെപ്പൺസിനെ കുറിച്ച് ഏറ്റവും പുതിയതായി ലോകം അനുഭവിക്കുകയും അവർ ആശയം രൂപപ്പെടുത്തുകയും ചെയ്യുന്ന കാര്യങ്ങളൊക്കെ വളരെ ലളിതമായി ഹ്രസ്വമായി നമ്മുടെ കൂട്ടുകാർ ഇവിടെ ചർച്ചയ്ക്ക് വിധേയമാക്കുകയാണ്. പൊളിറ്റിക്കൽ ഡിബേറ്റ് പോലെയുള്ള മൂർച്ചയുള്ള മത്സരങ്ങൾ എങ്ങനെയാണ് ഒരു രാഷ്ട്രീയ സമൂഹത്തിൽ ജീവിക്കുമ്പോൾ നമുക്ക് ബോധ്യം ഉണ്ടാകേണ്ടത് എന്നും ആ ബോധ്യത്തെ എങ്ങനെയാണ് നമ്മുടെ രാജ്യത്തിൻ്റെയും സമൂഹത്തിൻ്റെയും വളർച്ചയ്ക്ക് വേണ്ടി ഉപയോഗപ്പെടുത്തേണ്ടത് എന്നും കൃത്യമായ പരിശീലനങ്ങളിലൂടെ ഈ കൂട്ടുകാർ കടന്നു പോകുന്നു എന്ന ചാരിതാർത്ഥ്യം നമുക്കെല്ലാവർക്കും ഉണ്ട്. സാഹിത്യോത്സവങ്ങൾ വർഷത്തിലൊരിക്കൽ നമ്മൾ ചേരുന്ന കേവലം ആസ്വാദനത്തിന് വേണ്ടിയുള്ള സംഗമങ്ങളല്ല, അതിന്ന് നിലപാടുള്ള ഒരു വിദ്യാർത്ഥി തലമുറയെ രൂപപ്പെടുത്തുന്ന ആശയ സംഗമങ്ങളായി മാറിയിരിക്കുന്നു എന്ന സന്തോഷമാണ് ഇവിടെ പങ്കുവെക്കാനുള്ളത്. നടന്നുപോയ മത്സരങ്ങളുടെ വിധി നിർണയിക്കുമ്പോൾ അതിൻ്റെ ആസ്വാദകരായി, അതിൻ്റെ കാഴ്ചക്കാരായി നമ്മളിവിടെ നിൽക്കുമ്പോൾ നമ്മുടെ എല്ലാം ഉള്ളിൽ തെളിയുന്ന ഈ മനോഹരമായ ഒരാവിഷ്കാരമുണ്ട്. ആ കുട്ടികൾ പാടിയത്, ആ വിദ്യാർത്ഥികൾ അവതരിപ്പിച്ചത്, അവർ ആവിഷ്കരിച്ചത്, അവർ നിറം നൽകിയത്, അവർ ചിന്തിച്ചത് ഇവിടെയുള്ള മനുഷ്യരെ കുറിച്ചാണ്, ഇവിടെയുള്ള സമൂഹത്തെക്കുറിച്ചാണ്. അവഗണിക്കപ്പെട്ടു പോകുന്ന, പല കാരണങ്ങളാൽ അവഗണിക്കപ്പെട്ടു പോകുന്ന ഫലസ്തീനിലെ, പല രാജ്യങ്ങളിലെ, പല നാടുകളിലെ ദുരിതങ്ങൾ അനുഭവിക്കുന്ന മനുഷ്യരെ മുഴുവൻ, അവരുടെ ആശയങ്ങൾ മുഴുവൻ, അവരുടെ വേദനകൾ മുഴുവൻ, അവരുടെ നൊമ്പരങ്ങൾ മുഴുവൻ ഈ കൂട്ടുകാർ ഉൾവഹിക്കുന്നുണ്ടെന്നും തങ്ങളുടെ സർഗശേഷിയെ, തങ്ങളുടെ ആശയശേഷിയെ ആ മനുഷ്യർക്ക് വേണ്ടി പ്രയോഗിക്കാൻ ഞങ്ങൾ സന്നദ്ധമാണോ എന്നുള്ള ഉജ്ജ്വലമായ ഉറച്ച പ്രഖ്യാപനവും നിലപാടും ഇവിടെ പങ്കെടുത്ത 2000-ഓളം വരുന്ന വിദ്യാർത്ഥികളിൽ രൂപപ്പെട്ടിട്ടുണ്ടെങ്കിൽ, അങ്ങനെ ഒരു ആശയം സ്വീകരിച്ചാണ് അവർ ഈ നഗരി വിട്ടുപോകുന്നതെങ്കിൽ നമ്മുടെ ഈ അധ്വാനങ്ങളെല്ലാം അത് അർത്ഥപൂർണമാകുന്നു എന്നതാണല്ലോ നമ്മൾ മനസ്സിലാക്കേണ്ടത്. സാഹിത്യോത്സവിൽ നമ്മുടെ ജില്ലയിലെ SSFന്റെ മെമ്പർഷിപ്പും സാഹിത്യോത്സവങ്ങളിൽ യൂണിറ്റ് മുതൽ കടന്നുപോയ അംഗങ്ങളുടെ എണ്ണവും പരിശോധിച്ചാൽ ഒരുപക്ഷെ ഇരട്ടിയോളം വരുമെന്നാണ് ഞാൻ വിചാരിക്കുന്നത്. കഴിഞ്ഞ വർഷങ്ങളിൽ സംസ്ഥാനാടിസ്ഥാനത്തിലുള്ള ഡാറ്റ വെച്ച് നോക്കുമ്പോൾ 2.5 ലക്ഷത്തോളമാണ് SSFന്റെ അംഗത്വമെങ്കിൽ 4 ലക്ഷത്തിലേറെ വിദ്യാർത്ഥികൾ സംഘടനയുടെ സാഹിത്യോത്സവിന്റെ വേദികളിൽ, പല വേദികളിലായി കയറി ഇറങ്ങി പോകുന്നുണ്ട്. ഗ്രാമങ്ങളിലെ, യൂണിറ്റുകളിലെ, ക്യാമ്പസുകളിലെയൊക്കെ സാഹിത്യോത്സവങ്ങളിലായി. ഇത്രമാത്രം വലിയ ഒരു ആശയ കൈമാറ്റത്തിന്റെ പ്രബോധന സാധ്യതയുടെ വലിയ തുറവികൾ സാഹിത്യോത്സവിലൂടെ SSF തുറന്നു വെക്കുന്നുണ്ട്. ഈ കൂട്ടുകാർ ഒരിക്കലും, തീർച്ചയായും നമുക്ക് ഉറപ്പിച്ചു പറയാൻ കഴിയും, ഈ കൂട്ടുകാർ നമ്മുടെ വേദിയിൽ വന്ന് ഒരു പാട്ടുപാടി തിരിച്ചു പോകുന്ന അവസ്ഥയിലല്ല. ഇടവേളകളിലെല്ലാം, അല്ലെങ്കിൽ മത്സരങ്ങളുടെ ഇടവേളകൾ ഉണ്ടാക്കി അവിടെ ആശയ ചർച്ചകൾ കൊണ്ടുവരികയും തീമാറ്റിക് ടോക്കുകൾ സംഘടിപ്പിച്ച് ആശയ കൈമാറ്റം കൂടെ സാധിക്കുകയും വിദ്യാർത്ഥികളെ, നിങ്ങൾ അങ്ങനെ ആസ്വാദനത്തിൽ മതിമറന്നു പോകേണ്ടവരല്ലെന്നും നിങ്ങൾക്ക് ഉത്തരവാദിത്വങ്ങളുണ്ട്, ആ ഉത്തരവാദിത്വം നിർവഹിക്കാൻ വേണ്ടിയുള്ള പരിശീലനമാണ് സാഹിത്യോത്സവമാണെങ്കിലും നമ്മുടെ മറ്റെല്ലാ സംഗമങ്ങളാണെങ്കിലും നിങ്ങൾക്ക് നൽകിക്കൊണ്ടിരിക്കുന്നത് എന്നുമുള്ള മൂല്യമുള്ളൊരു സന്ദേശം ഈ വിദ്യാർത്ഥികൾക്ക് മുഴുവനും സാഹിത്യോത്സവ കാലത്ത് നമ്മൾ കൈമാറ്റം ചെയ്യുന്നുണ്ട്. ഇവിടെ ഈ സംവിധാനങ്ങൾ ഒരുക്കിയ വ്യത്യസ്ത വേദികൾ, ഈ നഗരഹൃദയത്തിലും റോഡിന്റെ 2 വശങ്ങളിലുമൊക്കെ ആയി സംഘടിപ്പിച്ച ഈ മനോഹരമായ വേദികളും ഈ സംവിധാനങ്ങൾ മുഴുവനും ഇതിനുവേണ്ടി കഷ്ടപ്പെട്ടവരുണ്ട്, അധ്വാനിച്ചവരുണ്ട്. എനിക്ക് അവരോട് സന്തോഷം തോന്നുകയാണ്. ഈ വലിയ സംവിധാനങ്ങൾ മുഴുവനും ഒരുക്കി നമ്മൾ കാത്തിരിക്കുന്നത് അടുത്ത ഭാവിയെ നിർമ്മിക്കാൻ ഒരുക്കിയ ഈ വിദ്യാർത്ഥികളെയാണ്. ആ വിദ്യാർത്ഥികൾക്കാണ് നമ്മൾ ഊർജം നൽകിയത്, ആ വിദ്യാർത്ഥികൾക്കാണ് നമ്മൾ ആശയം നൽകിയത്. അത് വെറുതെയാകില്ല. വിദ്യാർത്ഥികൾ ഏറ്റെടുക്കുന്ന ഉത്തരവാദിത്വങ്ങൾ അത് വൃഥാവിലാവില്ല എന്ന തീർച്ച നമുക്കുണ്ട്. ചരിത്രം അതാണ് നമുക്ക് പറഞ്ഞു തരുന്നത്. ഉജ്ജ്വലമായ ഒരു ഭാവിക്ക് വേണ്ടിയുള്ള നമ്മുടെ അധ്വാനമാണ്, നമ്മുടെ നിക്ഷേപമാണ്, സമൂഹത്തിന്റെ ഡെപ്പോസിറ്റാണ് സാഹിത്യോത്സവങ്ങൾ. അതുകൊണ്ടാണ് ഈ സാഹിത്യോത്സവങ്ങളിലേക്ക് മറ്റ് മനുഷ്യർ കൂടെ വരുന്നത്. നമ്മുടെ സോഷ്യൽ ഫാബ്രിക്കുകൾ ഏറ്റവും ദൃഢമായി ബാക്കിയാകുന്നതിന്റെ പിന്നിൽ സാഹിത്യോത്സവങ്ങൾ പോലെയുള്ള സംഘടനയുടെ സംഗമങ്ങൾ ചെറുതല്ലാത്ത പങ്ക് വഹിക്കുന്നുണ്ട്. ഇവിടെ ഉദ്ഘാടനം ചെയ്യാനെത്തിയ, വിവിധ സെഷനുകളിൽ അവതരിപ്പിക്കാനെത്തിയ സമൂഹത്തിന്റെ വിവിധ തുറകളിലുള്ള സാമൂഹിക സാംസ്കാരിക രംഗത്തെ പ്രമുഖ വ്യക്തിത്വങ്ങൾ അവരെല്ലാവരും കൂടിയിരുന്നു. ഇവിടെ മാത്രമല്ല,
നമ്മൾ നടത്തുന്ന യൂണിറ്റ് മുതലുള്ള ആയിരക്കണക്കിന് സാഹിത്യോത്സവങ്ങളുടെ വേദികളിൽ പലതരം മനുഷ്യർ, അവരുടെ വിശ്വാസം വേറെയാണ്, അവരുടെ ആചാരവും അനുഷ്ഠാനവും ആശയങ്ങളൊക്കെ വേറെയാണ്. പക്ഷെ അപ്പോഴും ഇന്ത്യ മുന്നോട്ട് വെക്കുന്ന മതേതരവും ജനാധിപത്യപരവുമായ ഒരാശയത്തെ അതിനു വേണ്ടി ഒന്നിച്ചു നിൽക്കുന്ന മനുഷ്യർ ഒരുമിച്ചിരിക്കുകയും നല്ല കാര്യങ്ങൾ ചർച്ച ചെയ്യുകയും നമ്മൾ എത്തിപ്പെട്ടിരിക്കുന്ന ഈ അവസ്ഥകളിൽ നിന്നും മുന്നോട്ട് പോകാനുള്ള വഴി അന്വേഷിക്കുകയും ചെയ്യും വിധത്തിലുള്ള എല്ലാ മനുഷ്യരുടെയും സംഗമവേദിയായി, നമ്മുടെ സോഷ്യൽ ഫാബ്രിക്കിനെ കൂടുതൽ കരുത്തുറ്റതാക്കുന്ന സംഗമഭൂമിയായി നമ്മുടെ സാഹിത്യോത്സവങ്ങൾ മുഴുവനും മാറുന്നു എന്നത് കാലം സാഹിത്യോത്സവത്തിന് നൽകിയ ഒരു മാറ്റമാണ്. 33 വർഷമായിട്ടും സാഹിത്യോത്സവം എന്തുകൊണ്ടാണ് ഇങ്ങനെ ആഘോഷിക്കപ്പെടുന്നത്, കൂടുതൽ കൂടുതൽ സ്വീകരിക്കപ്പെടുന്നത്, മുഴുവൻ മനുഷ്യരും സാഹിത്യോത്സവത്തിലേക്ക് വരുന്നത് എന്ന് ചോദിച്ചാൽ അത് അതിൻ്റെ അപ്ഡേഷനാണ്. സാഹിത്യോത്സവങ്ങൾ നിതാന്തമായി വിദ്യാർത്ഥികളെ, മാറിക്കൊണ്ടിരിക്കുന്ന തലമുറകളെ, ലോകത്തെ നിരീക്ഷിച്ചു കൊണ്ടിരിക്കുന്നു. ഓരോ സാഹിത്യോത്സവ കാലവും ദീർഘമായ അന്വേഷണങ്ങളുടെയും റിസർച്ചുകളുടെയും ഉത്തരങ്ങളാണ് ഇവിടെ സംഭവിക്കുന്ന, ഇവിടെ മാറിക്കൊണ്ടിരിക്കുന്ന ഓരോ മത്സരങ്ങളും. ആ മത്സരങ്ങളൊന്നും 33 വർഷക്കാലമായി തുടങ്ങിയ കാലത്ത് അതേ പ്രാധാന്യത്തോടുകൂടെ നിൽക്കുന്ന മത്സരങ്ങളുണ്ടാകും. മാപ്പിളപ്പാട്ട് പോലെയുള്ളത് അത് നമ്മുടെ അതിജീവനത്തിന്റെ ആശയം കൂടെയാണല്ലോ. ഈ മാപ്പിളപ്പാട്ടുകളാണെങ്കിലും ദഫാണെങ്കിലും അറബനയാണെങ്കിലും മാലയും മൗലിദും ഖുർആൻ പാരായണമൊക്കെ തുടങ്ങിയുള്ള നമ്മുടെ മത്സരങ്ങൾ അത് ഈ സമൂഹം അതിജയിച്ചു വന്ന ആയുധങ്ങൾ അത് കൂടുതൽ കരുത്തോടെ പ്രകാശിപ്പിക്കേണ്ടത് ഉണ്ട് എന്ന തിരിച്ചറിവിൽ നിന്നാണല്ലോ നമ്മൾ ആ മത്സരങ്ങളെ അതേ അർത്ഥത്തിൽ ഉൾക്കൊള്ളുകയും മാറ്റം വരാതെ മുന്നോട്ട് കൊണ്ടുപോവുകയും ചെയ്യുന്നത്. അതേ സമയത്ത് അതല്ലാത്ത മത്സരങ്ങളിൽ ഗണ്യമായ മാറ്റങ്ങൾ ഇവിടെ വന്നിട്ടുണ്ട്. AI ഉപയോഗപ്പെടുത്തി പ്രോംപ്റ്റിംഗ് നൽകി കവിത രചിച്ച് അതിൽ വിജയികളായ കൂട്ടുകാരാണ് ഇവിടെ ഇരിക്കുന്നതെന്ന് പറയുമ്പോൾ എങ്ങനെയാണ് ഏറ്റവും പുതിയ കാലത്തെ സാങ്കേതികമായ സാധ്യതകളെ ഉപയോഗപ്പെടുത്തുകയും അതിനനുസരിച്ച് ഒരു തലമുറയുടെ ആശയത്തിൽ മാറ്റം വരുത്തുകയും ചെയ്യുന്ന, അവരുടെ കേവലം ടെക്നിക്കലിയുള്ള മാറ്റത്തെക്കുറിച്ചല്ല, അവരുടെ ബോധത്തെ, അവരുടെ ആശയത്തെ, അവരുടെ ജീവിതത്തെ, അവരുടെ സർഗാത്മക ശേഷിയെ, ആ ശേഷിയെ അടക്കം എങ്ങനെയാണ് ഏറ്റവും പുതിയ ആധുനികമായ സാങ്കേതിക ജ്ഞാനങ്ങൾ കൊണ്ട് അതിൻ്റെ സാധ്യതകൾ വെച്ചുകൊണ്ട് അപ്ഡേറ്റ് ചെയ്യുക എന്ന വളരെ ആഴത്തിലുള്ള ആലോചനയുടെ ഉൽപ്പന്നമാണ് ഓരോ വർഷങ്ങളിലെയും സാഹിത്യോത്സവങ്ങൾ എന്നുകൂടെയാണ് നമ്മൾ തിരിച്ചറിയേണ്ടത്. ഞാൻ അവസാനിപ്പിക്കുന്നു. പ്രിയപ്പെട്ട കൂട്ടുകാരോട് സൂചിപ്പിക്കാനുള്ളത്, പല അർത്ഥങ്ങളിൽ നമുക്ക് ഈ കാലത്ത് നൽകപ്പെട്ടിരിക്കുന്ന ഈ ആശയങ്ങളെ നമുക്ക് കൂടുതൽ ഉജ്ജ്വലമായി ഇനിയും നമ്മുടെ ജീവിതത്തിൽ പ്രകാശിപ്പിക്കേണ്ടതുണ്ട്. ഇൻസ്റ്റന്റായി നമ്മുടെ മുമ്പിലേക്ക് വരുന്ന റീലുകളുടെ അത്തരം ആഘോഷങ്ങളിലാണ് പുതിയ തലമുറ മാറുന്നത്. അതിൽ നിന്ന് വിദ്യാർത്ഥി തലമുറയെ രക്ഷപ്പെടുത്താൻ വേണ്ടി അവരെ ആശയങ്ങളിൽ കുടിയിരുത്തേണ്ടതുണ്ട്. കാലിഗ്രഫി വരയ്ക്കാൻ വേണ്ടി, പ്രബന്ധം എഴുതാൻ വേണ്ടി, ചിത്രം വരയാൻ വേണ്ടി, എഴുതാനും വായിക്കാനും പഠിക്കാനൊക്കെ വേണ്ടി ഈ വിദ്യാർത്ഥികൾ ഇൻസ്റ്റന്റായ റീലുകളിൽ നിന്ന് പുറത്തിറങ്ങി, ആഘോഷങ്ങളിൽ നിന്ന് പുറത്തിറങ്ങി 30 സെക്കൻഡ് പോലും കാണാൻ കഴിയാത്ത വിധത്തിൽ നമ്മുടെ കണ്ണുകൾ അടുത്തതിലേക്ക് തിരഞ്ഞുകൊണ്ടിരിക്കുന്ന ഈ റീലുകളിൽ നിന്ന് പുറത്തിറങ്ങി മണിക്കൂറുകൾ ഉപാസനയിരിക്കുന്ന, അവരുടെ കർമ്മശേഷിയെ വിനിയോഗിക്കുന്ന, അവർ ചിന്തിച്ചു കൊണ്ടിരിക്കുന്ന, അവർ വായിച്ചു കൊണ്ടിരിക്കുന്ന ഒരനുഭവം സാഹിത്യോത്സവങ്ങൾ വിദ്യാർത്ഥികൾക്ക് കൈമാറിയിട്ടുണ്ട്. എനിക്ക് എൻ്റെ കൂട്ടുകാരോട്, സംഘടനയുടെ പ്രതിഭകളായി ഇവിടെ എത്തിയ സാഹിത്യോത്സവിൻ്റെ കൂട്ടുകാരോട് സൂചിപ്പിക്കാനുള്ളത്, നമുക്ക് ഈ കാലത്ത് നൽകിയിരിക്കുന്ന, സംഘടന നൽകിയിരിക്കുന്ന പരിശീലനങ്ങൾ, യൂണിറ്റ് മുതൽ നമ്മൾ ജില്ലാ തലം വരെ എത്തുന്ന കാലത്ത് വായിച്ചു തീർത്ത പുസ്തകങ്ങൾ, നമ്മൾ അനുഭവിച്ച കുറേയേറെ അനുഭവങ്ങൾ, കഥകളിലൂടെ, കവിതകളിലൂടെ, പല തരത്തിലുള്ള സാഹിത്യ സൃഷ്ടികളിലൂടെ നമ്മൾ അനുഭവിച്ച കുറേയധികം ജീവിതങ്ങൾ, നമ്മൾ മനസ്സിലാക്കിയ ആശയങ്ങൾ, ഇതെല്ലാം ഇവിടെ ജീവിച്ചുകൊണ്ടിരിക്കുന്ന സാധാരണക്കാരായ മനുഷ്യരുടെ ജീവിതവും അനുഭവമാണെന്നും അത് ഒരു വിദ്യാർത്ഥി എന്ന അർത്ഥത്തിൽ രാഷ്ട്രീയ വീക്ഷണത്തോടുകൂടെ അതിനെ സമീപിക്കുകയും മുന്നോട്ട് കൊണ്ടുപോവുകയും ഉജ്ജ്വലമായ സമരങ്ങൾ നടക്കുന്ന കാലത്ത് ഉജ്ജ്വലമായ ധാർമ്മിക മുന്നേറ്റങ്ങൾക്ക് കരുത്തു പകരാൻ എൻ്റെ ഊർജവും എൻ്റെ സമയവും വിനിയോഗിക്കുകയും ചെയ്യണം എന്ന താല്പര്യമാണ് നമുക്കുണ്ടാകേണ്ടത്. ഏറ്റവും ഉപരിയായി വിശുദ്ധ ഇസ്ലാം മുന്നോട്ട് വയ്ക്കുന്ന സൗന്ദര്യാത്മകമായ ആശയം, ഈ വിശുദ്ധ ഇസ്ലാമിനെ ജീവിച്ചു കാണിക്കുക എന്നതാണ് നമുക്ക് ഈ കാലത്ത് നിർവഹിക്കാനുള്ള ഏറ്റവും പ്രധാനമായ ദൗത്യം. നമ്മുടെ ദഅവത്ത് അത് വിശുദ്ധ ഇസ്ലാം ഞാൻ എൻ്റെ ജീവിതത്തിൽ പകർത്തലാണ്. നമ്മൾ ഓരോരുത്തരും അതതിൻ്റെ ഏറ്റവും നമുക്കാകുന്ന അതിൻ്റെ അവസാനത്തെ കണ്ണി, ഇമാതത്തുൽ അദാ അനി ത്വരീഖ് സദഖ എന്ന് പറഞ്ഞതുപോലെ വഴിയിൽ നിന്നും ഒരു തടസ്സം നീക്കി നൽകുന്നത് പോലും അത് വലിയ പ്രതിഫലാർഹമായ കാര്യമാണെന്നും അത് ഈമാനിന്റെ അവസാനത്തെ പടിയാണെന്നും പഠിച്ച നമ്മൾ അത്
ഓരോന്നോരോന്നായി നമ്മുടെ ജീവിതത്തിൽ പകർത്തുകയും ഇത് നമുക്ക് മറ്റു സമൂഹങ്ങളിലേക്ക്, മറ്റു മനുഷ്യരിലേക്ക്, നമ്മുടെ സഹപാഠികളിലേക്ക് മനോഹരമായി കൈമാറ്റം ചെയ്യാൻ കഴിയുമ്പോഴാണ് നമ്മൾ ഈ പഠിച്ചെടുത്ത ആശയങ്ങൾ അടിസ്ഥാനപരമായി സാർത്ഥകമാകുന്നത്. ഇസ്ലാം എന്നതിൻ്റെ അപ്പുറത്ത് നമുക്കൊരു ചിന്തയില്ല, നമുക്കൊരാലോചനയില്ല, നമുക്ക് വഴികളില്ല. ഇസ്ലാം തുറന്നു തരുന്ന വഴിയാണ് ഒരു SSFകാരൻ്റെ വഴി. ഇസ്ലാം വിഭാവനം ചെയ്യുന്ന ആശയമാണ് ഒരു SSFകാരൻ്റെ ആശയം. ഇസ്ലാം സ്വപ്നം കാണുന്ന സാമൂഹിക ക്രമമാണ് SSFകാരൻ്റെ സ്വപ്നം. എങ്കിൽ നമുക്ക് പ്രിയപ്പെട്ട കൂട്ടുകാരെ കുറേയേറെ മുന്നോട്ട് പോകാനുണ്ട്, നമുക്ക് കുറേയേറെ ജീവിക്കാനുണ്ട്, നമുക്ക് കുറേയേറെ ദൗത്യങ്ങൾ ഇവിടെ നിർവഹിക്കാനുണ്ട്. സമൂഹത്തിൽ അധസ്ഥിതരായി പോയ മനുഷ്യരെ മുഴുവനും സാമൂഹിക മുഖ്യധാരയിലേക്ക് കൊണ്ടുവരുമ്പോഴേ നമുക്കിവിടെ ശ്രമങ്ങൾ നടത്തേണ്ടതുണ്ട്. നേരത്തെ ഇവിടെ ദേശീയ സാഹിത്യോത്സവനെ കുറിച്ച് സൂചിപ്പിച്ചു. ദേശീയാടിസ്ഥാനത്തിൽ ഇന്ത്യയിലൊട്ടാകെ 24 സംസ്ഥാനങ്ങളിലായി 1,00,000 ഫാമിലി സാഹിത്യോത്സവങ്ങളാണ് ദേശീയ കമ്മിറ്റി പ്രഖ്യാപിച്ചിരിക്കുന്നത്. വളരെ കുറഞ്ഞ കാലത്തിനുള്ളിൽ 1,00,000 വീടുകളിൽ SSFന് സാഹിത്യോത്സവം നടത്താമെന്ന വളർച്ചയിലേക്ക്, അല്ല അത്യുന്നതമായ വികാസത്തിലേക്ക് ദേശീയ കമ്മിറ്റിക്ക് പ്രഖ്യാപിക്കാൻ മാത്രമുള്ള കോൺഫിഡൻസ് വന്നു എന്നത് ഈ പ്രസ്ഥാനം മുന്നോട്ട് വയ്ക്കുന്ന ആശയത്തെ സമൂഹം ഏറ്റെടുത്തതിൻ്റെ കൂടെ ഉത്തരമാണ് എന്ന് തിരിച്ചറിഞ്ഞ് ദേശീയ സാഹിത്യോത്സവം ഇൻഷാ അല്ലാഹ് ചെന്നൈയിലാണ് ഈ വർഷം നടക്കുന്നത്. അതുമായി ബന്ധപ്പെട്ട കാര്യങ്ങളിലും പ്രവർത്തനങ്ങളിലും നമ്മുടെ സമസ്ത സെന്റിനറിയുമായി ബന്ധപ്പെട്ട നമുക്കിനി നിർവഹിക്കാനുള്ള ഒട്ടനേകം പ്രവർത്തനങ്ങൾ, ഉത്തരവാദിത്വങ്ങൾ, പ്രചാരണങ്ങൾ അതെല്ലാം നിർവഹിക്കുകയും നമ്മുടെ സാമൂഹികമായ ദൗത്യം പൂർത്തീകരിക്കുന്നിടത്ത് നമ്മൾ ജാഗ്രതയോടെ ഇടപെടുകയും വേണമെന്ന് ഓർമ്മപ്പെടുത്തി നമ്മളിപ്പോൾ തുടർന്നുകൊണ്ടിരിക്കുന്ന ഈ പരിശീലനവും നമ്മൾ ഏറ്റെടുത്തിരിക്കുന്ന ഈ ദൗത്യവുമൊക്കെ ഇന്നത്തോടെ അവസാനിപ്പിക്കുന്നതിന് പകരം കൂടുതൽ കരുത്തോടെ അടുത്ത വർഷങ്ങളിലെ സാഹിത്യോത്സവങ്ങൾ മുമ്പിൽ കണ്ട്, ഇനിയുള്ള ജീവിതം മുമ്പിൽ കണ്ട് കൂടുതൽ പരിശീലനങ്ങളിലേക്ക് പോകണമെന്നും വിജയത്തിളക്കത്തോടെ നമ്മുടെ ജീവിതത്തെ പുനരാവിഷ്കരിക്കാൻ നമുക്കാകണമെന്നും എൻ്റെ പ്രിയപ്പെട്ട സഹപ്രവർത്തകരോട്, കൂട്ടുകാരോട് അഭിവാദ്യങ്ങളായി അറിയിച്ച് അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി.